എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം, ഒരുപാട് സ്നേഹം, ഒരുപാട് ഇഷ്ടം, ഒരുപാട് ബഹുമാനം. ഞാനിന്ന് തൃശ്ശൂർ ജില്ലയിലാണ്. ഫെബ്രുവരി മാസം കേരളത്തിലാകമാനം ഉത്സവങ്ങളുടെ ആരംഭമായി. ഇന്ന് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ കൊണ്ടാഴി ശിവക്ഷേത്രത്തിലാണ് ഇന്ന് ഷൂട്ട് ചെയ്യുന്ന ദിവസം. ശിവരാത്രിയാണ്. ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുമുണ്ട്. പിന്നെ അവസാനം നമ്മൾ ഇതിൽ തന്നെ വന്ന് നിൽക്കുമല്ലോ. ഇതിനടുത്ത് ഒരു കിഡില ഷാപ്പുണ്ട്. അപ്പൊ ആദ്യം ഉത്സവ കാഴ്ചകൾ കണ്ട് പതുക്കെ ഷാപ്പിലോട്ട് പോകാം. നമസ്കാരം, രാജു. നമസ്കാരം. സുഹൃത്താണ്. കുത്തമ്പള്ളി AR ഹാൻഡ്ലൂംസിന്റെ ഓണർമാരിൽ ഒരാൾ. അതെ. ഇനി ഇരട്ടകളിൽ ഒരാളൂടെയുണ്ട്. അപ്പൊ ഇത് നമ്മുടെ വില്ലം ഷാപ്പിലേക്ക് പോകുമ്പോൾ ഇവിടത്തെ കോസ്റ്റ്യൂമാണ്. അപ്പൊ ഇത് ധരിച്ചുകൊണ്ട് നമുക്ക് അങ്ങ് തുടങ്ങാം. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇല്ലം ഷാപ്പ്. കരാം വൈബുള്ള ഒരു ഷാപ്പാണ്. ഇന്നത്തെ മെനു നോക്കട്ടെ. സ്പെഷ്യൽ പോത്തങ്കാൽ വരട്ടിയത്, പോത്തിന്റെ വാലിയല്, കുഞ്ഞിക്കോഴി മസാല, കുട്ടനാടൻ താറാവ് റോസ്റ്റ്, പോർക്ക് ഫ്രൈ, ചിക്കൻ മന്ദാര, ഇളനീർ കാന്താരി ചിക്കൻ, ബെല്ലാരി ബീഫ് കോക്കനട്ട് ഫ്രൈ, കുട്ടനാടൻ ബീഫ് വരട്ടിയത്, കരിമീൻ, ആവോലി, ചെമ്പല്ലി, നെമ്മീൻ, വേണാട് പാൽക്കൊഞ്ച്, ചെമ്മീൻ റോസ്റ്റ്, കൂന്തൽ റോസ്റ്റ്, കക്ക ഫ്രൈ, ഞണ്ട് റോസ്റ്റ്, കാട ഫ്രൈ, കൊഴുവ ഫ്രൈ. ഇത്രയും സാധനങ്ങളുണ്ട്. നല്ല ഉക്കര മാവിൻ ചോട് നോക്കിയേ. മൊത്തം നല്ല മാങ്ങ റെഡി മണിയായിട്ട് നിൽക്കുന്നു. ഒരു ചെറിയ നൊക്ലാച്ചി ഓർമ്മ മാങ്ങ കൂട്ടി ഒരു പിടി പിടിച്ചാലോ. മാളു പന്തീരങ്കാവ് അല്ലേ? ആ ഫാമിലിയുടെ പേരെന്താ? കളത്തിൽ ഫാമിലീസ്, പന്തീരങ്കാവ്. അവിടെ നിന്ന് വന്നതാണ്. കുറേ ഉണ്ട്. മാമന്മാര്, ആന്റിമാര്, അമ്മ, ബാക്കിയുള്ള എല്ലാവരും ഉണ്ട്. ഈ മാങ്ങ പൊട്ടിക്കണം. വാ, അങ്കിള് പൊക്കി തരും. പിടിച്ചോണം. എന്റെ ഉച്ചയിൽ വരണം. നമ്മുടെ ചില സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നൊക്കളാച്ചി അടിക്കും. നല്ല പച്ചമാങ്ങ, ഉപ്പ്, കാന്താരിമുളക്, സവാള, ചെറിയ ഉള്ളി. ഇതിൽ അല്പം ഉപ്പ് വെച്ചോ. 2 സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി, ഒരു ചെറിയ കാന്താരിമുളക്. ചെറുതേ വയ്ക്കാവേ നിനക്ക്. ഞാനും കൂടെ. സവാള, ഒരു കാന്താരി സെപ്പറേറ്റ് കഴിക്കാം. ഏതാ മുളക്, ഒരു ഗ്ലാസ് വെള്ളം കൂടെ തണുത്തത് കുടിച്ചാണല്ലോ എൻ്റെ പൊന്നേ. ഇതാണ് നൊക്ലാച്ചി. കാന്താരിയുടെ നല്ല എരിവ്. അപ്പം ഈ എരിവോടുകൂടി നമുക്ക് ആദ്യം നമ്മുടെ ഇല്ല ഷാപ്പിലെ ചുറ്റുവട്ടങ്ങളെല്ലാം ഒന്ന് ഇറങ്ങി കാണാം. നോക്കിയേ, നല്ല മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതാണ് ഇല്ല ഷാപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നല്ല ഓല ഹട്ടുകളാണേ. 1, 2. ഇതൊരു വലിയ തെങ്ങുംതോപ്പാണ്. ഈ തെങ്ങുംതോപ്പ് നിറച്ചും ഹട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. 4 പേർക്ക്, 6 പേർക്ക്, 10 പേർക്ക്, 12 പേർക്ക്, 26 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്നത്. പക്ക ഒരു ഗ്രാമപ്രദേശമാണ്. പിന്നെ നമ്മൾ ഈ പറമ്പിൽ വന്ന് ഇത് ഇല്ല ഷാപ്പിൻ്റെ ഈ ഔട്ട്ഡോർ വന്നിരുന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞുണ്ടല്ലോ. അതാ ഫാമിലീസാണ്. അപ്പോൾ ഇത്രയും കണ്ടപ്പോൾ എനിക്ക് ഒരു വലിയ ആഗ്രഹം. കാരണം വേറെ ഒന്നുമില്ല, കുറേ കാലമായി നമ്മൾ ഈ ഔട്ട്ഡോറിൽ ഇതുപോലുള്ളൊരു വൈബുള്ള സ്ഥലത്തിരുന്ന് നമ്മൾ കുക്ക് ചെയ്തിട്ട്. അതുകൊണ്ട് ഇന്നിവിടെ നമ്മൾ ആദ്യം മെനുവിൽ കണ്ടപ്പോഴേ എനിക്കൊരു സാധനം സ്ട്രൈക്ക് ചെയ്തു. പോത്തുംകാൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരണമെന്ന് പറയുന്നത് നമ്മുടെ മൂരിക്കാപ്പിലെ ഉമ്മച്ചിയാണ്. ഉമ്മച്ചി ഇതിനിടയ്ക്ക് എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും കൂടെ അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയപ്പോൾ ഉമ്മച്ചി അവിടെ നിന്ന് എന്നെ വിളിച്ചു. ഉമ്മച്ചി സുഖമായിട്ടിരിക്കണമല്ലോ അല്ലേ? അപ്പോൾ ഉമ്മച്ചിയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്ന് ഔട്ട്ഡോർ നല്ല വൈബിൽ ഇവിടെ ഇരുന്ന് തന്നെ പോത്തുംകാൽ പ്രിപ്പയർ ചെയ്യാം. അങ്ങനെ കുറേ കാലത്തിന് ശേഷം നമ്മൾ ഔട്ട്ഡോറിൽ ഇത്രയും മനോഹരമായൊരു സ്ഥലത്ത് പാചകം ചെയ്യാൻ പോവുകയാണ്. ഇല്ലം ഷാപ്പ്. ഇല്ലം എന്ന് പറഞ്ഞാൽ കറക്റ്റ് സ്ഥലം കൊണ്ടാഴി, തൃശ്ശൂർ ഒറ്റപ്പാലം റൂട്ടാണ് കൊണ്ടാഴി ഇല്ലം എന്ന് പറയുന്ന ഷാപ്പ്. ഈ ഒന്ന് പിടിച്ച് വരണം. നല്ല പുളിയുടെ വറവുണ്ട്. അപ്പോൾ ഈ ആയി നമ്മൾ ചട്ടി വയ്ക്കുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ ഇല്ല ഷാപ്പിലെ ഇന്നത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ പോത്തുംകാൽ ഒരു പ്രത്യേക മസാലയാണ്. അത് ഏതൊക്കെയാണെന്ന് പിന്നീട് പറഞ്ഞു തരും. എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണോ 10 എണ്ണോ? 9 എണ്ണം. ഇന്ന്
ശിവരാത്രി നമ്മുടെ ഷൂട്ട് ചെയ്യുന്ന ദിവസം ഞായറാഴ്ചയും കൂടെയാണ്. അപ്പോൾ എല്ലാവരും ഞായറാഴ്ച ആഘോഷിക്കുന്നതിന് വേണ്ടി ഇതുകൊണ്ട് നിരന്നിരിക്കുന്നത്. ആ കണ്ട അപ്പം നമ്മൾ പറയണതിന് തൊട്ട് മുമ്പേ കരി ഒഴിച്ചോളൂ. വെളിച്ചെണ്ണയാണ്. ആ നമ്മൾ കുപ്പറ ആട്ടിയ നല്ല വെളിച്ചെണ്ണയാണ്. ആ നാടൻ വെളിച്ചെണ്ണ. കുടുംബത്തെക്കുറിച്ച് പറഞ്ഞാൽ എണ്ണ പെട്ടെന്ന് ചൂടാവും. പെണ്ണും പിള്ളേരെ പേര് പറയും. അജിത. ചേച്ചി എത്ര മക്കള്? 2 മക്കള്. കാറ്റേ നല്ല കാറ്റാണ്, നല്ല പറമ്പായതുകൊണ്ടേ എനിക്ക് പിന്നെ വലിയ ശീലമുണ്ട്. അവിടെ ഇരിക്കുന്ന പുക അടിച്ച് അടിക്കുകയല്ലോ അല്ലേ? അപ്പൊ ഈ മേഖലയിൽ എത്ര കൊല്ലം? 42 വർഷമായി ഞാൻ ഈ മേഖലയിലാണ്. ഈശ്വര, അപ്പൊ പോത്തുംകാല് തകർക്കും. 42 കൊല്ലമായി പാചകവുമായി നടക്കുന്ന ഒരാളാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് ഇല്ലത്തിൽ വന്നിട്ട് എത്ര കാലം? വന്നിട്ട് ഇപ്പം വന്ന് 2ാമത്തെ പ്രാവശ്യം വന്ന് ഞാൻ 2 വർഷം 2 അല്ല. വെളുത്തുള്ളി, ഇഞ്ചി, വറ്റൽമുളക് അല്ലേ? വറ്റൽമുളക്, ഇനി കാന്താരി പച്ചക്കാന്താരി ഉണ്ടോ? പച്ചക്കാന്താരി ഇനി ഒന്ന് സോർട്ട് ചെയ്യണം അല്ലേ? വിറകടുപ്പായതുകൊണ്ട് പെട്ടെന്നാകും. കാരണം തീ അമ്മാതിരി തീയാണ് വരണത്. ഇനി ചെറിയ ഉള്ളി, അവിടെ ഇരിക്കുന്ന നമ്മളെ സുഹൃത്തുക്കൾ പറഞ്ഞോ, വേപ്പില ശകലം കണ്ട രാജേട്ടാ, വേപ്പില ശകലം കൂടുതൽ വേണോ? വേപ്പില കൂടുതൽ വേണോ? അതാ അപ്പുറത്തെ ഹട്ടിൽ നമ്മുടെ ഞായറാഴ്ച ആഘോഷിക്കാൻ വന്ന കുറേ പേരുണ്ട്. വേപ്പില മതിയാമൻ പറയണേ. ബാ, ഇത് പട്ടാമ്പിയിലുള്ള നമ്മുടെ സുഹൃത്തുക്കളാണ്. ഞായറാഴ്ച ആഘോഷിക്കുന്നതിന് വേണ്ടി പിന്നെ വന്നതാണ്. പേര് റഫീഖ്. അപ്പൊ റഫീഖ്, വൈജു, സുഭാഷേ, ബിജുവേ, ബാബു. ഓ പട്ടാമ്പി ഹിറ്റായിടേ. ആയാ ശകലം കൂടെ എണ്ണ വേണം അല്ലേ? ചെറിയ ഉള്ളി. ഓ അയ്യവാ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എത്ര കാലമായെന്നറിയാമോ ഇങ്ങനെ നമ്മൾ. എനിക്ക് തോന്നുന്നത് ഏഷ്യാനെറ്റ് ഷാപ്പിലക്കറി നാവിലെ രുചിയും അത് ചെയ്യുന്ന സമയത്ത് ചില ഷാപ്പിൻ്റെ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യം കാണില്ല. അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് ഈ സാധനങ്ങളൊക്കെ വലിച്ച് ഇതുപോലുള്ള നല്ല മനോഹരമായ പറമ്പുകളിലേക്ക് ഇട്ട് തുടങ്ങിയത്. അത് കണ്ടിട്ടാണ് ആ കൊറോണ സമയത്ത് പിന്നെ എല്ലാവരും പാചകക്കാരെല്ലാം രണ്ട് ഉരുളിയും തലയിൽ വെച്ച് ഇതുപോലെ പറമ്പുകളിൽ പോയി. പക്ഷെ എന്തായിരുന്നാലും ഹിറ്റായത്. ആറ്റിന്റെ സൈഡിലും ഞങ്ങളന്ന് ചെയ്ത ചില ഷാപ്പുകളുടെ അടുക്കള ചേട്ടാ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പഠിപ്പുര. അതെ, ആറ്റിന്റെ സൈഡിൽ ഭയങ്കര രസമായിരുന്നു കാണാൻ. അത് നമ്മളെന്താ പറഞ്ഞാൽ ചില അടുക്കളക്കകത്തെ നമുക്ക് നിന്ന് ചെയ്യാനുള്ള അല്ല പാചകം ചെയ്യാൻ സൗകര്യം കാണും, പക്ഷെ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ ഒരു സൗകര്യം കുറവ്. അങ്ങനെ നമ്മൾ ചെയ്ത ഒരു സംഭവമാണ് ഷാപ്പിലെ കറി നാവിലെ രുചിയിലാണ് നമ്മൾ ആ ഒരു ട്രെൻഡ് കൊണ്ടുവന്നത്. അതിനുശേഷം പിന്നെ എല്ലാവരും അതങ്ങ് ഏറ്റെടുത്തു. എന്തായിരുന്നാലും വലിയ സന്തോഷം. ഒരു ശകലൊക്കെ മൂക്കാണ്ടല്ലേ രാജേട്ടാ. ഇനി ഇതിൻ്റെ ഗ്രേവി നമ്മൾ പോത്തുംകാല് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുകയാണ്, ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട്. കാര്യം അല്ലാതെ എടുത്തു കഴിഞ്ഞാൽ നടക്കൂല. ഒരു 5-6 മണിക്കൂറെങ്കിലും ഇതിൽ കിടന്ന് വേവേണ്ടി വരും. അപ്പോൾ കുക്കറിൽ അടിച്ച് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഗ്രേവി നമുക്ക് എടുത്ത് ഇതിലൊഴിക്കാം. നല്ല ഉണക്കുള്ള വിറകും നല്ല വെയിലും. അപ്പോൾ ആലോചിച്ച് നോക്ക്, നല്ല ചൂടാ. ഇനി ഇത് തിളയ്ക്കണം അല്ലേ? ഇത് നല്ല രീതിയിൽ തിളച്ചതിന് ശേഷം നമ്മൾ കുക്കറിൽ പുഴുങ്ങി വെച്ചിരിക്കുന്ന 9 പോത്തുംകാലുണ്ട്. 9 പോത്തുംകാല് ഇതിലേക്ക് ഇടുന്നു. ഇതിലേക്ക് ഇട്ടതിന് ശേഷം മസാല ഇട്ട് ഇളക്കിയതിന് ശേഷം ആ മസാലയാണ് രാജചേട്ടൻ്റെ കള്ളത്തരം. അത് എന്തൊക്കെയാണെന്ന് പറയൂ. നോക്കട്ടെ, അത് തുറക്കുക ആദ്യം. ഞാൻ ചോദിച്ചത് എൻ്റെ അടുത്ത് പറഞ്ഞാലേ പാവം കിട്ടും. ഇതാണ് രഹസ്യ മസാല കേട്ടോ. എനിക്കിതിൽ പിടികിട്ടി. പക്ഷേ ഞാൻ പറയുന്നതിനേക്കാളും ഇതിൻ്റെ ആശാൻ പറയണതാണ്. എന്തൊക്കെയുണ്ട്? മുളക് പൊടി, സാധാ മുളക് പൊടിയുണ്ട്, കാശ്മീരി ചില്ലിയുണ്ട്. സാധാ മുളക് പൊടി മറ്റേ കാശ്മീരിയാണ് കൂടുതൽ. സാധാ മുളക് പൊടി കുറച്ച്. പിന്നെ നോട്ട് ചെയ്തോ, പേപ്പർ എടുത്തു. കാശ്മീരി ചില്ലിയാണ് കൂടുതൽ. പിന്നെ മുളക് പൊടി, പിന്നെ മീറ്റ് മസാല ഉണ്ട്.
പിന്നെ ചിക്കൻ മസാലയുണ്ട്. ചിക്കൻ മസാല ഈശ്വര. അപ്പോൾ ബീഫിൻ്റെ മസാല, മീറ്റിൻ്റെ മസാല, ചിക്കൻ മസാല രണ്ടും കൂടെ ഒരു കോമ്പിനേഷൻ ആയാലും അതിൻ്റെ ടേസ്റ്റ് ആ കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. ആ പിന്നെ മല്ലിപ്പൊടി, പിന്നെ മല്ലിപ്പൊടി. ആ പിന്നെ കോൺഫ്ലവർ ഉണ്ട്, കുറച്ച് മൈദയുണ്ട്. കുറച്ച് കോൺഫ്ലവർ, കുറച്ച് ആദ്യം മൈദ 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 ഇട്ടിട്ട് നമ്മൾ നല്ലതായിട്ട് വെറും ചട്ടിയിലിട്ട് എണ്ണയൊന്നും ഒഴിക്കാതെ ചുമ്മാ മൂപ്പിക്കുക. വെറും ചട്ടിയിലിട്ട് മൂപ്പിക്കും. എന്നിട്ട് ചെറിയൊരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ മല്ലിപ്പൊടി ഇടുക. ഓക്കെ. മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് നല്ല ഇതായി കഴിയുമ്പോൾ ശകലം കോൺഫ്ലവർ കൊടുക്കുക. നല്ല മൂത്ത് വരും, നല്ല സ്മെല്ല് വരും. അത് കഴിഞ്ഞിട്ട് മുളക് പൊടി ഇടുക. മുളക് പൊടി ഇട്ടിട്ട് ഓരോന്ന് മാറി മാറി ഇട്ട് അങ്ങനെ മൂപ്പിച്ച് ഒരുമിച്ച് വെച്ചൊക്കെയാണ്. ഇതിങ്ങനെ ഒരുമിച്ച് അടിച്ച് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റും. അല്ല ആ സമയത്ത് ഇത് പാചകം കഴിഞ്ഞ് ഫ്രീ ടൈം ആകുമ്പോൾ ഇത് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കും. പിന്നെ ഇതിനകത്ത് വേറെ ഇല്ല, വേറെ പരിപാടിയൊന്നുമില്ല. എങ്കിലും എന്തോ ഒരു ചെറിയ കള്ളത്തരം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് മണക്കുമ്പം തന്നെ അറിയാം കേട്ടോ. അതൊരു എന്നാൽ നന്നായിട്ട് വറുത്തിട്ടും ഇല്ല, ഒരു ചെറിയ പച്ചേര ഇതും ഉണ്ട്. എന്നാൽ പച്ചയാണെന്ന് വെച്ചാൽ അല്ല, അതാണ് അതിൻ്റെ പരുവം കേട്ടോ. അല്ലെങ്കിൽ മൂത്ത് ഒത്തിരി കരിയാനും പറ്റിയില്ല. മൂത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് മാറും. ഇത് പിന്നെ പുള്ളി തന്നെ ചെയ്യുന്ന അതിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. നമ്മൾ ചെയ്താൽ പിന്നെ ഇതുപോലെ കിട്ടുമെന്നുള്ള കാര്യം അറിയില്ല. ഇത് രാജചേട്ടൻ്റെ മാത്രം കൂട്ട് നമ്മുടെ ഇല്ല ഷാപ്പിൽ വരിക. ഇത് കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ കൊണ്ടാഴി എന്ന് പറയുമ്പോൾ ഒറ്റപ്പാലത്ത് നിന്ന് മായന്നൂർ വഴി തൃശ്ശൂർ പോകുന്ന റോഡിൻ്റെ അവിടെയാണ്. നമ്മൾ കണ്ടില്ലേ ക്ഷേത്രം, നമ്മൾ രാവിലെ കണ്ട ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് നടന്ന് വരുമ്പോഴാണ് ഈ കൊണ്ടാഴി എന്ന് പറയുന്ന ഈ ജംഗ്ഷൻ. ആ ജംഗ്ഷനിലല്ല, ഈ പരിസരത്ത് എവിടെ ചോദിച്ചാലും ഇല്ല ഷാപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും ഫേമസ് ആണ്. തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂരും എനിക്ക് തോന്നുന്നു തൃശ്ശൂർ പാലക്കാടും അല്ലേ, പാലക്കാട് ബോർഡർ രണ്ടും കൂടെ. നിങ്ങൾ വരുമ്പോൾ ഇവിടുത്തെ പോത്തുംകാല് മാത്രമല്ല, ഇനി വേറെ കുറേ ഐറ്റംസ് ഉണ്ടേ. അപ്പോൾ എന്തായാലും നമ്മൾ ലൈവായിട്ട് കുക്ക് ചെയ്ത് കാണിക്കുന്ന അതിൽ ഒരെണ്ണം നമ്മുടെ പോത്തുംകാലാണ്. അതിനൊരു സ്പെഷ്യൽ മസാല ആയതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞത് രാജചേട്ടൻ്റെ. അപ്പോൾ അത് തിളച്ച് അല്ലേ, ശകലം കൂടെ വെട്ടി തിളയ്ക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ഇല്ല ഷാപ്പിലെ സ്പെഷ്യൽ കറി നമ്മുടെ പോത്തുംകാല്, അത് സ്പെഷ്യൽ മസാല രാജചേട്ടൻ്റെ സ്പെഷ്യൽ മസാല. ഓക്കെ, ഇടാൻ പോവേണേ. 1 2 3 4 5 മതിയാവും. കുറി വരുമ്പോൾ ശകലം കൂടെ ഇടണം. അങ്ങനെയാണ്. ഇത് ആദ്യം മൊത്തം മസാല ആദ്യമേ ഈ ഗ്രേവിയിൽ മിക്സ് ചെയ്യുന്നില്ല. ഇത് കുറുവി വരുമ്പോൾ പിന്നീട് ഒന്നുകൂടെ ഇടും. ഇനി അടുത്ത് വീണ്ടും 2 സ്പൂൺ കൂടെ ഉപ്പ് നോക്കാം അല്ലേ, നോക്കട്ടെ, ഉപ്പ് നോക്കാൻ പറയാണ്. ചൈനീസുകാർ ഈ സ്റ്റോക്ക് വാട്ടർ എന്നൊക്കെ പറയില്ലേ, അതിനകത്ത് കിടന്ന് റെഡിയായി നമ്മൾ സൂപ്പ് കുടിക്കൂലേ, അതിൻ്റെ ടേസ്റ്റ്. ഇനി ഇതിൻ്റെ മസാല ഇതെല്ലാം കൂടെ കുറുകുമ്പോൾ ഇനി ശകലം കൂടെ കുറുകിയതിന് ശേഷം മാത്രമേ പോത്തുംകാല ഇടാം. അപ്പോൾ നമ്മുടെ കറി രാജചേട്ടാ കുറുകിയല്ലേ, കറി കുറുകി. ഇതാണ് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന പോത്തുംകാല്. ഇത് നമുക്ക് ഓരോന്നായിട്ട് ഇതിലിടാം. തെറിക്കാതെ നോക്കിക്കൊള്ളണം. കേട്ടാ ഇവിടെ ഇനി ഈ ഗ്രേവി നല്ല കട്ടി ഗ്രേവിയാണ് കേട്ടോ. ഈ ഗ്രേവിൻ്റെ പുറത്ത് ഇങ്ങനെ കോരി ഒഴിച്ചത് ഇതിനകത്ത് കയറണം. ഇതിനകത്ത് ഗ്രേവി നോക്കട്ടെ കയറുമെന്ന്.
അപ്പോൾ ഇനി ഇതൊന്ന് മറച്ചിടാമേ. കാര്യം ഇത് നമ്മൾ കുക്കറിൽ അടിച്ചതാണെങ്കിലും ഇതിൻ്റെ ഒരു വേവ് അന്യായ വേവാണ് ഈ പോത്തുംകാലിനെ. ഗ്രേവി സെറ്റായിട്ടുണ്ട്, പക്ഷേ ഒന്ന് വേവ് നോക്കിയാണ്. ആഹാ ഓ അപ്പോൾ നമ്മുടെ കൊണ്ടാഴി ഇല്ല ഷാപ്പിലെ പോത്തുംകാലം എന്ന് പറഞ്ഞ സ്പെഷ്യൽ ഐറ്റം അതുകൊണ്ട് അവസാനം മിണുക്ക് പണിയിലാണ് മല്ലിയില. പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ പുറത്തുകൂടി ഇങ്ങനെ നല്ല തിളച്ച് പരുവമായിരിക്കുകയാണ് നമ്മുടെ ഇല്ല ഷാപ്പിലെ സ്പെഷ്യൽ ഐറ്റമായ പോത്തുംകാല്. ഇനി ഒന്ന് നോക്കട്ടെ അല്ലേ, ഇനിയാണ് നോക്കാം. ഞാൻ ചേട്ടൻ പറഞ്ഞ ഇനി ഒന്ന് നോക്കണമെന്നാണ്. ഉഗ്ര സാധനം കേട്ടോ, ഒരു രക്ഷയില്ല. ഇതിൻ്റെ ഇതാ പോത്തുംകാല് ഞാൻ കഴിച്ചില്ല, പക്ഷേ അയ്യോ കണ്ട ഞാൻ പറഞ്ഞപ്പോൾ കുറച്ച് ആ കൊതി അല്ലേ, അങ്ങനെ ഉണ്ടല്ലോ അല്ലേ, കൊതി പോയിരിക്കാൻ വേണ്ടി കോരണേന് തൊട്ട് മുമ്പ് അല്ലേ, അതൊരു ചെറിയ വിശ്വാസമാണ് അല്ലേ. ഗ്ലാസ് ആയിക്കോട്ടെ. പോത്തുംകാലം ഒരു ഓർഡറുണ്ട്, അത് ഞാൻ തന്നെ കൊണ്ട് കൊടുത്തോളാം. എൻ്റെ ഗ്രേവിയാണ് മോനെ, ഗ്രേവി ആ സെൻറ്റർ കിടക്കണേ. വിളിച്ചോളൂ കറിവേപ്പില വെച്ച് ഇനി ഇച്ചിരി പച്ച വെളിച്ചെണ്ണയുടെ അതിൻ്റെ പുറത്ത്. ഇതാണ് നമ്മുടെ ഇല്ലം ഷാപ്പിലെ പോത്തുംകാല്. അത് കുറച്ചുകൂടെ ഞാൻ പറഞ്ഞേക്കാളും ഇതിൻ്റെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പോത്തുംകാല് മസ്റ്റാണ്. പോത്തുംകാല് മിക്കവാറും രായേട്ടനെ ആളുകൾ പ്രാവിക്കൊല്ലു. കാര്യം അമ്മാരി മസാലയാണ് പുള്ളി ചേർക്കണത്. കൊട്ടിക്കോ കൊട്ട് 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 കണ്ട കണ്ട കട ഇത് കൊട്ടി വരുമ്പോൾ ഇതിനൊന്ന് മജ്ജ വരണ്ട മോനെ മോനെ തുടരുത്, കയ്യെ വെട്ടിക്കളഞ്ഞു. കൊട്ട് 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 ഇതിലെത്ര എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു. മാറ്റി ഇതിവിടെ വെച്ചു. ഇത് ആദ്യം ചെയ്യേണ്ടത് ഇത് വെച്ച് ഇത് പിടിച്ചിട്ട് ഈ പീസുകൾ ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിക്കണം. കണ്ട ഓരോ കഷ്ണം ഓരോരുത്തരായിട്ട് കഴിക്കും. ഒറ്റപ്പാലത്ത് നിന്ന് മായന്നൂരേക്ക് പോകുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഈ സ്ഥലം. ഉഗ്ര രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ. എന്ന് പറഞ്ഞാൽ ഭക്ഷണം തന്നെ ഇതിൻ്റെ വൈബ് എന്ന് പറഞ്ഞ ഒരു അന്യായ വൈബാണ്. അടിപൊളി ഭക്ഷണവും ഒരു ഹട്ടിലും കറണ്ട് കണക്ഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ കാറ്റ് ഫാനിൻ്റെ ആവശ്യമില്ല. അപ്പം നമസ്കാരം, നമ്മുടെ ഇല്ല ഷാപ്പിൽ ഇന്ന് ഒരു കിട്ടില്ല വൈബുള്ള കളത്തിൽ ഫാമിലി പന്തീരകാവ് കോഴിക്കോട്ടുള്ള എല്ലാവരും കൂടെ വന്ന് ചേർന്നിട്ടുണ്ട്. ഇന്ന് കല്യാണ പെണ്ണാണേ. ഇന്ന് അവിടെ കൂത്താമ്പള്ളിയിൽ എവിടെയാണ് എടുക്കാം? ഏറെ അല്ലേ, ഏറെ കൂത്താമ്പള്ളി നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ സ്ഥാപനമാണ്. അവിടെ തുണിയെടുക്കാൻ വേണ്ടി വന്നവരാണ്. കല്യാണം എവിടെയാണ്? പേര് പറ. അഞ്ജലി. അഞ്ജലി കെട്ടാൻ പോണമേ ദൗർഭാഗ്യവാനേ. എന്താ ഭഗത്തെ. അപ്പൊ ഇന്ന് നമ്മള് സാധാരണ ഞാനാണ് ഇതെല്ലാം കൂടെ നിരത്തി വെച്ചൊക്കെ ഭക്ഷണം കഴിക്കണം. പക്ഷെ ഇന്ന് ഫാമിലി പോത്തുംകാല് എൻ്റെ വക സ്പോൺസർ, കുട്ടനാട് ബീഫ് എൻ്റെ വക സ്പോൺസർ, പിന്നെ ചിക്കൻ മന്ദാര എൻ്റെ വക സ്പോൺസർ, ഇതിൻ്റെ ഇടയിൽ കൂടെ 15 അപ്പ എൻ്റെ വക സ്പോൺസർ, ഈ ചിരട്ടപ്പുട്ട് എൻ്റെ വക സ്പോൺസർ. ആണ് കുടുംബക്കാർ പറഞ്ഞത്. ഇവിടുത്തെ ഹീറോ എന്ന് പറഞ്ഞ മാളു ആണ്. പിന്നെ വേറൊരുത്തി ഉണ്ടല്ലോ ഇതായിരിക്കണ്
ഇത് പക്ഷെ പിന്നെ പബ്ലിസിറ്റി ഇഷ്ടമല്ലാത്ത ഒരുത്തനാണ്. പിന്നെ ഇതിന്റെ ഈ വലിയ ഫംഗ്ഷന് കാശ് വാരി എറിയുന്ന 2 കോടീശ്വരന്മാരാണ് എന്റെ ചേട്ടന്മാര്. ഇതായിരിക്കണം 2 പേര്. അപ്പൊ നമുക്ക് നല്ല പാട്ട് പാടും. ഒരു പാട്ട് പാടിയല്ലേ ചേച്ചി? കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോൾ പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി. അന്തിക്കൂടം കമിഴ്ത്തി ഞാൻ ഇളം കള്ള് കുടിക്കുമ്പോൾ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. പുള്ളിക്കുയിലേ തഞ്ചത്തിലെ മീനും പിടിക്കണം. കള്ളിക്കുയിലേ തഞ്ചത്തിലെ മീനും പിടിക്കണം. അമ്പിളി ചുണ്ടൻ വെള്ളം തുടിക്കുന്നു തകതക തിമിത. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി. അന്തിക്കൂടം കമിഴ്ത്തി ഞാൻ ഇളം കള്ള് കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. എനിക്ക് വയ്യ. ഏത് ഫാമിലി? കളത്തിൽ ഫാമിലി. ഒരു രക്ഷയില്ലട്ടോ. കളത്തിൽ ഫാമിലിയോട് വന്ന് കുളത്തിലായി. കളത്തിൽ ഫാമിലി ഒരു രക്ഷയില്ല. ഭയങ്കര വൈബ്. ഞാൻ ഇപ്പൊ 2 മണിക്ക് ഇവിടെ ഇരുന്നപ്പോ ഞാൻ ചോദിച്ചേ, ഞാനാണ് സാധാരണ എല്ലാവരും കൂടെ ഇങ്ങനെ ഇരുന്ന് ഓരോ ഇതായിട്ട് ഭക്ഷണം ടേസ്റ്റ് ചെയ്യണത്. അപ്പൊ എന്റെ കൂടെ ഇരിക്കാമെന്ന് ചോദിച്ചപ്പോ റെഡി. പക്ഷെ നിങ്ങൾ ഉണ്ടാക്കിയത് നമുക്ക് ഫ്രീ ആയിട്ട് തരുമെങ്കിൽ ഇരിക്കാം. അപ്പൊ തുടങ്ങാമോ? അപ്പൊ അതോ ഇതിനകത്ത് ഇരിക്കുന്ന ഓരോ സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കുഞ്ഞു കോഴി മസാല, ഞണ്ട്, പോർക്ക്, ഇളനീർ ചിക്കൻ, ചിക്കൻ മന്ദാരം, ഡക്ക്, ബീഫ്, ഡബിൾ ഡക്ക്, ചിരട്ടപ്പുട്ട്, അപ്പം, കപ്പ, കുട്ടനാടൻ ബീഫ്. എന്റെ സംഭാവന പോത്തുംകാല്. മഡ് ക്രാബാണ്. അപ്പൊ ഇതിന്റെ പുറത്ത് ഇതുപോലെ വെച്ച ഇതിന്റെ കൂടെ തരുന്ന ഒരു മാങ്ങയുടെ സലാഡ് ഉണ്ട് കേട്ടോ. അത് ഒരു അന്യായ ഇതാണ് ഇത് പൊട്ടിക്കണ്ട. ഇതാണ് അതിന്റെ മസാല എന്ന് പറഞ്ഞ സാധനം. ഈ മസാല സത്യം പറഞ്ഞ ആ ചോറിന്റെ സ്പൂൺ മാറ്റ്. സ്പൂൺ പെട്ടെന്നിട്ട് ഇതിന്റെ മസാല. എനിക്ക് ഞണ്ട് വേണ്ട. ഇതിന്റെ മസാല പച്ച ചോറിനുണ്ട്. ഇങ്ങനെ ഉരുട്ടി 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 ഉരുട്ടി. കുട്ടീന്റെ കഴിച്ചോക്കെ. നിങ്ങൾ കഴിച്ചോളൂ. ഇനി വൈഷ്ണവ് ഞണ്ട് കഴിക്കുന്ന തിരക്കിലാണ്. ചിക്കു 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 ഈ ചെറിയ കാലാണ്. കറജും മുറിജും കറജും. എന്നിട്ട് ഈ വലുത് ഇങ്ങനെ പൊട്ടിച്ച് ഇനി വേറൊരാള് ഇതിന് കാത്തിരിപ്പുണ്ടോ? എന്റെ പൊന്നച്ചാ എന്റെ പൊട്ടുപൊട്ടു. തക്കുടുവിന്റെ സൈഡിൽ കാണപ്പല്ല ഉണ്ടാടാ നിനക്ക്. കഴിച്ചോ. അതാണ് അതിന്റെ ടേസ്റ്റ്. അത് പിന്നെ അതാണ് അതിന്റെ ജ്യൂസ് എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ ഒരു പല്ലും കൂടെ അതിനകത്ത്. ഇനി കഴിച്ചോളി. ഇനിയുണ്ട്. ഇനി ഇവിടുത്തെ താറാവിന്റെ ഗ്രേവി ഉണ്ട് കേട്ടോ. ഇച്ചിരി താറാവിന്റെ ഗ്രേവി. താറാവിന്റെ ഗ്രേവി മാത്രം. നമ്മള് ഗ്രേവിയുടെ ആളാ. കാന്താരി, പുതിനയില, കറിവേപ്പില, മല്ലിയില അരച്ച് കലക്കിയിട്ട് ചെറിയ സാധനം. അത് ചോറിന്റെ കൂടെ കഴിക്കുമ്പോഴുള്ളൊരു ചോറ് പറഞ്ഞാലേ അത് എവിടെ പോയാലും അത് വേറെ സാധനം. അതിൽ സ്പൂൺ ഉണ്ടോ? സ്പൂണില്ല, വേറെ സ്പൂൺ എടുക്കാം. പോത്തിന്റെ നമ്മളെ പോത്തിന്റെ ഗ്രേവിയുടെ കൂടെ
അതെയോ? മാധു ശാല കൂടെ വയ്ക്കൂ. ഓക്കെ. മതി മതി മതി. ആ അതും ചോറും. കയ്യൊന്നും കഴുകാത്ത അതിനകത്ത് കൈകൊണ്ട് അടാ ഈ തക്കുടു പോത്തുകാലിന്റെ ഗ്രേവി നല്ല പച്ച ചോറ്. പോത്തുകാലിന്റെയാ അതിന്റെ ഗ്രേവി. അതിന്റെ ഗ്രേവ് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. അതിന്റെ ഗ്രേവി കഴിക്കുമ്പോൾ ഒരു സുഖം എന്ന് പറഞ്ഞാൽ എടാ മിസ് ചെയ്ത് അത് മിസ് ചെയ്ത് പോത്തും കാലിന്റെ ഗ്രേവി ഇതും മിസ് ചെയ്യരുതാ. അത് നോക്കിയാ അതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇല്ല. ഇനി പോത്തുംകാല് പൊട്ടിക്കുന്ന ചടങ്ങാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കല്യാണ പെണ്ണിനെ ഹാർദവമായി സ്വാഗതം ചെയ്യും. കല്യാണ പെണ്ണ് പോത്തുംകാല് ടേസ്റ്റ് ചെയ്യാണ്. ആദ്യം അറിയാലോ എങ്ങനെയാണെന്ന്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. വിവാഹം കഴിക്കാൻ മുട്ടിയിരിക്കുന്ന കുട്ടിക്ക് എല്ലാ വിധത്തിലുള്ള ആശംസകളും നേരുന്നു. നല്ലത്. നിന്റെ ഭാവി വരെ വെറുതെങ്കിലും ഒന്ന് വെച്ച് നീട്ട്. അവന്റെ പേരെന്നാ? ഭഗത്തെ. അവള് തരൂല, ഞാൻ പറഞ്ഞോണ്ട്. നീ അനുഭവിക്കാൻ പോകുന്നു. അടിപൊളിയല്ലേ? അപ്പൊ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം. ഒരുപാട് സ്നേഹം, ഒരുപാട് ഇഷ്ടം. നമ്മൾ വരുമ്പോൾ ഇല്ല ഷാപ്പ് മറന്നു വരുന്നത് ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇന്നിപ്പോൾ ഞാൻ നമ്മുടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ നേരത്ത് എനിക്ക് നല്ല ഉഗ്രം വൈബുള്ള ഒരു ഫാമിലിയെ കിട്ടി. കളത്തിൽ ഫാമിലി, പന്തീരങ്കാവ്, കോഴിക്കോട്. നോക്കിയുള്ള ഈ ഫാമിലി വരുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്ന് പറയുമ്പോൾ ഇവർ വരണം എന്നറിഞ്ഞ് അറിയുകയാണെങ്കിൽ റോഡിന് 4 വാക്ക് ഓടിക്കണം. അപ്പോൾ കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മൾ ഷാപ്പിൽ ഒരു എപ്പിസോഡ് വളരെ മനസ്സ് നിറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യണം. ഇല്ല ഷാപ്പ് മറന്നു പോരുത്. അപ്പോൾ എടേ മാധു ഒരു പാട്ട് പാടും. മാധു ഭയങ്കര ഗായികയാണ്. ഒരു പിന്നെ ഏത് കോളേജിലാ? സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ. പി കെ കോളേജ് കോളേജിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ്. അല്ല, ടീച്ചറാണ്. അവിടുത്തെ ടീച്ചറാണ്. ഓക്കെ. അപ്പൊ പി കെ കോളേജിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വേണ്ടി ഒരു പാട്ട് മാധു പാടുന്നു. ഈ പാട്ട് കേട്ടിട്ട് വേണം ഇനി കോളേജിൽ വേണോ വേണ്ടത് തീരുമാനിക്കും. ഓക്കെ, വെരി ഗുഡ്. തുടങ്ങിക്കോളൂ. അനുരാഗജാലകം തുറന്നു വന്നതാണു ഞാൻ, അനുരാഗജാലകം തുറന്നു വന്നതാണു ഞാൻ, കരിമുകിലുകൾക്കു മേലെ വന്ന മാരിവില്ലു നീ, ഇനി താരകങ്ങളെ ഇത് സാക്ഷിയാക്കി ഞാൻ നൂറുവിന്മ നൽകുമെന്റെ പ്രിയസന്ധ്യകൾ. ഓ സൈനബ, അഴകുള്ള സൈനബ, നിലാവ് പോലെ വന്നതെന്തിനാണു നീ? മാനല്ല ഞാൻ, ഇളം മാനല്ല ഞാൻ, ഒരു അല്ലിപ്പെങ്കിളി. ഓ സൈനബ. അടിപൊളി അടിപൊളി. കളത്തിൽ ഫാമിലീസിന് എല്ലാവിധ ആശംസകളും.